പ്രവാചകൻ സഹാബികൾക്ക് നൽകിയ മറ്റൊരു ഉപദേശം എന്താണെന്നറിയാം? ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുഅല്ലിമുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ച ഇസ്തിഖാറ ഫിൽ ഉമൂരി കുല്ലിഹ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് നടത്തണം. കസൂറത്തിൻ മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ച സംഗതി. നമുക്ക് പല വിഷയങ്ങളിലും തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും, പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവും, എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടിയിട്ട് 2 റക്അത്ത് നമസ്കരിച്ച്, ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹു നമ്മുടെ മനസ്സിൽ എന്ത് തോന്നിപ്പിക്കുന്നു, അതൊരു പ്രാവശ്യം നമസ്കരിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ വീണ്ടും നമസ്കരിക്കുക, കുഴപ്പമില്ല. ആ ഇസ്തിഖാറത്തിന്റെ നമസ്കാരം നിർവഹിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകണം, തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. അല്ലേ? നമുക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടേ തീരുമാനിക്കാം. നമുക്ക് വിവാഹങ്ങളും, മകന് വിവാഹങ്ങൾ വന്നു, ഇതിൽ ഏത് സ്വീകരിക്കണം, ഏതാണ് പഠിച്ചോനെ ഖൈർ, ഞങ്ങൾക്ക് അറിയില്ല. 2 റക്അത്ത് മാതാപിതാക്കളല്ലേ നമ്മൾ നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതിൽ ഏതാണ് ഖൈർ റബ്ബേ നിനക്ക് അറിയുള്ളൂ, പ്രാർത്ഥിക്കുക. മനസ്സിലായി? അല്ലെങ്കിൽ ഒരു കച്ചവടത്തിലേക്ക് ഏർപ്പെടാൻ പോവാ, ഇത് വിജയിക്കോ അല്ലെ ഇതിലുള്ള അപകടങ്ങൾ ഒന്നും അറിയില്ല, വരാനിരിക്കുന്നത് പടച്ചോനെ നിനക്കേ അറിയുള്ളൂ. ആ പടച്ചോനോട് അത് ഏറ്റുപറഞ്ഞിട്ട് ആ പടച്ചോനോട് പ്രാർത്ഥിക്കാം. അല്ലേ? രോഗിയാവും, 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സംഭവം നിങ്ങൾക്കറിയോ? ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും? മുഖത്തെ ഒരു ഭാഗം അല്പം കോടിയിരിക്കും. എന്നാലോ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാലാകാലം ഒരു ക്യാൻസർ രോഗിയായി മരണവും പ്രതീക്ഷിച്ച് കാത്തിരിക്കണം. ഏത് വേണം? നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കൾക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ സങ്കടകര. മകളുടെ മുഖം ഇപ്പൊ കാണുന്ന മനോഹരമായ മുഖത്തിന് ഒരു വ്യത്യാസം വരാം. എന്തു ചെയ്യും? തീരുമാനം എടുക്കാൻ ആ 19 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് എത്തി, 2 റക്അത്ത് നിസ്കരിച്ച്, എന്നിട്ട് പടച്ചവനോട് ഞാൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ ഇതിൽ ഏതാണ് എനിക്ക് ഖൈർ, എന്റെ ഈ മുഖം ഓപ്പറേഷൻ ചെയ്ത് അത് ശരിയാക്കുന്നതാണോ, അതല്ല ഓപ്പറേഷൻ ചെയ്യാതെ മുഖം ഇതേ സൗന്ദര്യത്തിൽ നിലനിർത്തി ക്യാൻസർ എന്ന അസുഖത്തോടൊപ്പം ജീവിക്കുന്നതാണോ നല്ലത്? ഞാൻ ഇസ്തിഖാറത്ത് എടുത്തി, എന്റെ മനസ്സിൽ തോന്നി എന്ത്, ഓപ്പറേഷൻ നടത്താം. അങ്ങനെ ഓപ്പറേഷൻ നടത്തി നോക്കി, പക്ഷെ പ്രതീക്ഷിച്ചതിലും കാര്യമായൊരു പ്രയാസം ആ മുഖത്തിന് ഉണ്ടായിട്ടില്ല. അല്ലേ? ഡോക്ടർ വരെ ചോദിച്ചു, നിങ്ങൾ ഈ പടച്ചോനോട് പറഞ്ഞ് സംഭവിപ്പിച്ച പോലെ ഉണ്ടല്ലോ എന്നാ. കാരണം ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ മുഖത്ത് ആ പ്രതീക്ഷിച്ച പരിക്കുകളൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇസ്തിഖാറത്ത് നടത്തേണ്ട എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതവുമായി വളരെ കണക്റ്റഡ് ആയ ഒരു വിഷയമാണിത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ് തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും. മകൾക്ക് കല്യാണങ്ങൾ വരുമ്പോൾ ഏത് വേണം, കച്ചവടം വരുമ്പോ ഏത് തുടങ്ങണം, പഠിച്ചാൽ ഇത് തുടങ്ങി എങ്ങനെയാണ്, ഒരു കോഴ്സ് പഠിക്കണം. അല്ലെ? നമ്മൾ പല അന്വേഷണങ്ങളും ദുനിയാവിൽ നടത്തി, നമ്മൾ പടച്ചോനോട് ഒരു അന്വേഷണം നടത്തുക. പ്രവാചകൻ ഇത് പഠിപ്പിച്ചു, അതിൽ ചോദിക്കേണ്ട പ്രാർത്ഥനയും പഠിപ്പിച്ചു. ആ പ്രാർത്ഥന അറബിയിൽ അറിയില്ലെങ്കിൽ അതിന്റെ ആശയങ്ങളും പ്രാർത്ഥിക്കണം. പ്രവാചകൻ എന്താ പഠിപ്പിച്ച? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്, അള്ളാഹുവേ ഞാൻ നിന്നോട് നന്മയെ തേടുന്നു, ഖൈറായത് ഏത് എന്ന് നിന്നോട് ചോദിക്കുന്നു, ബിഇൽമിക നിന്റെ അറിവിൽ നിന്ന്. കാരണം പടച്ചോനെ അറിയൂ. ഇത് പഠിച്ച് ഈ കോഴ്സ് പഠിച്ച് 1 കൊല്ലം കഴിയുമ്പോഴാണ് പറയാ, ഓ അതെ അവന് പറ്റിയ കോഴ്സ് അല്ലായിരുന്നത്, അല്ല അവനത് ഇഷ്ടമല്ല, അവന് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ എത്രയുണ്ട്. പഠിച്ചിട്ട് അതിന്റെ ഒരു ഉപകാരം കിട്ടാത്ത വിദ്യാഭ്യാസമുള്ള അവസ്ഥയുണ്ട്. അപ്പോ അസ്തഖീറുക ബിഇൽമിക, അല്ലാഹു നിന്റെ അറിവ് കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഖാറത്തിനെ തേടുന്നു, ഏതാണ് നന്മയെന്ന് നീ എനിക്ക് അറിയിച്ചു തന്നെ റബ്ബേന. വസ്തഖ്ദിറുക ബിഖുദ്റതിക, ഞാൻ നിന്റെ കഴിവിൽ നിന്നും, ബിഖുദ്റതിക നിന്റെ കുദ്റത്തിൽ നിന്നും ഞാൻ നിന്നോട് ആ ശക്തിയെ തേടുന്നു. എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, നിന്റെ കുദ്റത്താണ് പ്രധാനം. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അലീം, മഹോന്നതനായ നാഥ നിന്റെ ഫളിനെ, നിന്റെ ഔദാര്യത്തെ പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തുഖ്ദിറു വലാ അഖ്ദിർ, നീയാണ് കഴിവുള്ളവൻ, ഞാൻ കഴിവുള്ളവനല്ല. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി, പടച്ചോനെ നിനക്കറിയാലോ ഈ കാര്യം എനിക്ക് ഖൈറാണ് എങ്കിൽ, ഫി ദീനി വ മആശി, എന്റെ ഈ ദീനിലും എന്റെ ഉപജീവനത്തിലും, വആഖിബത്തു അംരി ഈ കാര്യങ്ങളുടെ എല്ലാം പര്യവസാനത്തിലും ഇത് നന്മയാണ് എങ്കിൽ, ആജിൽ അംരി വ അജിൽഹുന, എന്റെ ഈ കാര്യം നീ വേഗത്തിലാക്കി എളുപ്പമാക്കി എനിക്കത് നീ നൽകണേ എന്ന്. നമുക്കറിയില്ലല്ലോ ഇതിൽ ഖൈറുണ്ടോ, അറിയില്ല, പടച്ചോനെ അറിയൂ. പടച്ചോനോട് ചോദിക്കണം എന്നാ.
നമ്മളെല്ലാരോടും അഭിപ്രായം ചോദിക്കും. പക്ഷെ പടച്ചോനോടൊരു ഇസ്തിഖാറത്ത് നടത്തി 2 റക്അത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ സതുപദേശം എന്ന് പറയുന്നത് ഇസ്തിഖാറത്തിനെ സംബന്ധിച്ചാണ്. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ, ഒരു വീട്ടിൽ തന്നെ, ഒരു കുടുംബത്തിൽ തന്നെ, ഒരു നാട്ടിൽ തന്നെ പലർക്കും പല വിഷയങ്ങളിലെ ഇസ്തിഖാറത്ത്. അപ്പൊ ആ ഇസ്തിഖാറത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രണ്ടാമത്തെ സതുപദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നാം പഠിച്ചു, ശക്തനായ ഈമാനുള്ള കവിയായ ഒരു മുഅ്മിനായി മാറണം. രണ്ടാമത്തേത് ഇസ്തിഖാറത്ത്. മൂന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴ്ന്നവനിലേക്ക് നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മുകളിൽ ഉള്ളവരിലേക്ക് നോക്കിയല്ല നിങ്ങൾ ജീവിക്കേണ്ടതെന്നാണ്. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെ ഇത്രമാത്രം കൃത്യമായി വിവക്ഷിക്കുന്ന ഒരു വാചകം വേറെ എവിടെയാണ് നമുക്ക് പ്രവാചകന്റേതല്ലാതെ കാണാൻ കഴിയുക? അത്രമാത്രം നമ്മുടെ കാഴ്ചപ്പാട്, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ ലോകത്തെ ഏറ്റവും സമ്പന്നരായ 10 ധനാഢ്യരുടെ ലിസ്റ്റ് ചോദിച്ചാൽ ഈ 2024 നമുക്ക് കിട്ടും ലോകത്തെ പ്രധാനപ്പെട്ട 10 സമ്പന്നരുടെ. എന്നാൽ ലോകത്തെ ഏറ്റവും 10 പാവപ്പെട്ടവരുടെ ലിസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയേ, കിട്ടുമോ? കിട്ടൂല. ഈ ദുനിയാവിൽ അള്ളാഹു എന്തേ, ഈ ദുനിയാവിൽ നമ്മൾ അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അത് 10 പേരല്ല, ഒരുപാട് പേരുണ്ടാകും. കാരണം എന്താ? ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ, ഇപ്പൊ ഒരു അംഗവൈകല്യമുള്ള ഒരാള് ഉണ്ട് എങ്കിൽ, ഒരു അംഗവൈകല്യമുള്ള ആള്, ശരീരത്തിൽ ഏതെങ്കിലും കണ്ണില്ല അല്ലെങ്കിൽ ഒരു കൈയില്ല എങ്കിൽ പോലും അവനും താഴേക്ക് നോക്കിയാൽ ഒരാളെ കാണാനുണ്ടാവും അവനേക്കാൾ കഷ്ടപ്പെടുന്ന, അല്ലെ? ഇപ്പൊ രോഗികളായ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ സർജറിക്ക് ഇതിനേക്കാൾ ഗുരുതരമായ, ഇതിനേക്കാൾ പ്രയാസപ്പെട്ട ജീവിതങ്ങൾ കൊണ്ട് അങ്ങനെ ഉരുണ്ടുരുണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ അതിസാധുക്കളായ ആളുകൾ. അള്ളാഹു ദുനിയാവിനെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. താഴേക്ക് നോക്കാൻ മാത്രം ആളുകളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അംഗവിഹീനനായ, ജീവിതത്തിൽ അംഗവൈകല്യമുള്ള, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവങ്ങളോ 2 അവയവങ്ങളോ നഷ്ടപ്പെട്ട, 2 കാലുകളും ഇല്ലാത്ത, 2 കൈകളും ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. അവിടെയും നമുക്ക് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന താഴ്ന്നവരിലേക്ക് നോക്കാനുള്ള ഒരു ദുനിയാവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. നീ ഒന്ന് നോക്കേടാ, നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന ബെഡ്, നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മൾ ഓടിക്കുന്ന വാഹനം, അള്ളാഹു നമ്മൾ എത്ര സ്തുതിക്കണം മോനെ. ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ധരിക്കാൻ ഈ ഭൂമിയിലൂടെ, പരിപരുത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്റെ കാൽപാദങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു ചെരുപ്പ് പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത മനുഷ്യരില്ലേ? 3ഉം 4ഉം നേരം നിരന്തരം ഭക്ഷിക്കുന്ന, നമ്മുടെ ഈ ലോകത്ത് ഒരു നേരം ഭക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരില്ലേ? ജനിച്ചു വീണിട്ട് വാപ്പ എന്ന് വിളിക്കാൻ കഴിയാത്ത 100,000 കുട്ടികൾ നമ്മുടെ നാട്ടിലില്ലേ? ഈ ലോകത്ത് പ്രയാസപ്പെടുന്നവരും എത്ര മനുഷ്യരുണ്ട്? വായിലൂടെ മലം പുറത്തേക്ക് വരുന്ന അസുഖമുള്ള ആളുകളില്ലേ? അല്ലാഹുവേ, പടച്ചവനെ നീ കാക്കണമേ റബ്ബേ. സ്വന്തം ശരീരത്തിലെ വിസ്തൃതമായ ഭാഗമുള്ള തൊലി, ആ തൊലി പഴുത്ത് പൊറ്റയായി ഇങ്ങനെ അടർന്നു പോകുന്ന അസുഖമുള്ള ആളുകൾ ഇല്ലേ ഈ ദുനിയാവില്? ഓട്ടിസം കൊണ്ട് പ്രയാസപ്പെടുന്ന മക്കളെ കൊണ്ട്, ആ മക്കളെ പോറ്റാൻ വേണ്ടി ജീവിതത്തിൽ രാവും പകലും പ്രയാസപ്പെടുന്ന അമ്മമാരും ഉമ്മമാരും ഇല്ല ലോകമില്ലേ? അള്ളാഹ് നമ്മളൊന്നും അങ്ങനെ ആക്കിയില്ലല്ലോ. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നീ നിങ്ങളുടെ താഴ്ന്നവരിലേക്ക് നോക്കണം. എപ്പോഴും നമ്മളെക്കാൾ സൗകര്യമുള്ളവരിലേക്ക് നോക്കി, നമ്മളെക്കാൾ സുഖിക്കുന്നവരിലേക്ക് നോക്കി, നമ്മൾക്ക് നിരാശ സമ്മാനിക്കുന്ന, നമ്മുടെ മക്കൾക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു ജീവിതമല്ല വേണ്ടത് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുക. അറിയോ, മേയാൻ ഓടുവേണ്ട, ഓല മതി എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ഈ സതുപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമേകണം. പരമകാരുണ്യകനായ നാഥ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം എത്തുമ്പുരാൻ. അള്ളാഹുവിന്റെ റസൂലിൽ വളർത്തിയെടുത്ത സമൂഹം, ആ സമൂഹം ഉത്തമ സമൂഹമായത് ദുർബലമായ ഈമാൻ കൊണ്ടല്ല, മറിച്ച് കരുത്തുള്ള ഈമാൻ കൊണ്ടാണ്. ആ കരുത്തുള്ള ഈമാൻ അവർക്കുണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളോടെ ജീവിക്കാൻ അവർക്ക് സാധിച്ചു. അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറി. സ്വർഗ പൂങ്കാവനത്തിലേക്ക് അള്ളാഹു ഏറ്റവും ആദ്യം വിളിക്കുന്നവരുടെ പട്ടികയിൽ അവർ കടന്നുകൂടി.
എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ അവർക്ക് നേടാൻ സാധിച്ചത് ഈ ദുനിയാവിൽ അവർ വലിയ സമ്പന്നരായി തീർന്നത് കൊണ്ടല്ല, ഈ ദുനിയാവിൽ അവർ വലിയ ആകാര വടിവുള്ളവരായി തീർന്നത് കൊണ്ടല്ല, ഈ ദുനിയാവിൽ അവർ ഏറെ സൗന്ദര്യമുള്ള ആളുകളായി തീർന്നത് കൊണ്ടല്ല, ഈ ദുനിയാവിൽ അവർ അധികാരങ്ങളുടെ പ്രമത്തതയിൽ ആരാടിയത് കൊണ്ടല്ല, മറിച്ച് ഈമാനിന്റെ കരുത്താണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അത് അവരുടെ കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് രാജാതിരാജനായ നാഥ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ പ്രിയപുങ്കരരായ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ മൂത്താപ്പന്മാർ, മൂത്തുമ്മമാർ, ഞങ്ങളുടെ കൊച്ചാപ്പന്മാർ, അമ്മായിമാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബന്ധുക്കൾ, ഞങ്ങളുടെ പ്രിയങ്കരായ ഉസ്താദുമാർ, റഹ്മാനായ റബ്ബേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാപ്പമാർ, ഉമ്മമാർ, എല്ലാവർക്കും നാഥ നീ ആരോഗ്യം നൽകണമേ, ആയുസ്സിനെ നൽകണമേ. ഞങ്ങൾക്കെല്ലാം പടച്ച തമ്പുരാനെ നീ ഈമാനിനെ പ്രദാനം ചെയ്യണമേ തമ്പുരാൻ.